Hi everyone, this is me Abhijit VS. Welcome to my channel, The Unprofessional Artist. ഞാൻ സെൽഫ് സ്റ്റോട്ടായിട്ട് ആർട്ട് പഠിക്കുന്ന ഒരു ആർട്ട് സ്റ്റുഡൻ്റാണ്. സോ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മലയാളി ആർട്ടിസ്റ്റുകളിലോട്ട് എത്തിക്കുക. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തമായി പഠിക്കുക. അതാണ് ഈ ഓരോ വീഡിയോയുടെയും ലക്ഷ്യം. ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു അറൗണ്ട് 2 months ആയി. കാരണം എൻ്റെ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആയി, പിന്നെ ഞാൻ കുറച്ചാൾ നാട്ടിലായിരുന്നു, പിന്നെ കുറച്ച് മടി, അവശത, കുറച്ച് ഹോളി ട്രിപ്സൊക്കെ ആയിട്ട് ഞാൻ നടക്കുമായിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഐ ആം ട്രൈങ് ടു ബി ബാക്ക് ഓൺ ട്രാക്ക്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൂക്കിനെ പറ്റിയാണ്. നോസ് എങ്ങനെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ എളുപ്പത്തിൽ വരയ്ക്കാമല്ല, എങ്ങനെ മനസ്സിലാക്കി വരയ്ക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയുടെ പറയുന്നത്. സോ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. ഓക്കെ, സോ നോസ് ഒരു സിംഗിൾ ഓർഗൻ ആണെങ്കിൽ കൂടിയും വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഇറ്റ്സ് ഹാർഡ് ഓഫ് മൈ റൈറ്റ് നൗ. ഇതൊരു ഹെഡായിട്ട് കരുതുക. അപ്പം ഹെഡ് എന്ന് പറയുമ്പോൾ ആ ഫേസിൽ നോസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതുപോലൊരു റെക്ടാങ്കിൾ മാത്രം മതി. അതായത് ഇതുപോലൊരു ഷേപ്പ് മാത്രം മതി ഒരു നോസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. സൈഡ് വ്യൂ ഇതുപോലെ ഇരിക്കും. ബട്ട് ഇതുപോലെ ഒരു, അതായത് ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ബിലീവബിൾ അല്ലെ അപ്പീലിംഗ് ആയിട്ടൊരു നോസ് വരയ്ക്കാൻ ഇതുപോലെ മനസ്സിലാക്കാനായിട്ട് നമ്മളതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഒന്ന് നെയ്സൽ ബോൺ, അതായത് ഈ പാർട്ട്, അതായത് കട്ടിയായിട്ടിരിക്കുന്നത്, അതായത് കാർട്ടിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡി പാർട്ടിനാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വിങ്സ് ഓഫ് ദ നോസ്, ഈ സൈഡിലോട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇതിനെ വിങ്സ് ഓഫ് ദ നോസ് എന്ന് പറയുന്നു. ദെൻ വി ഹാവ് ബോൾസ് ഓഫ് ദ നോസ്. ബോൾസ് ഓഫ് ദ നോസ്, അതായത് ഈ പാർട്ട്. ലെറ്റ് മി ഷോ യു. സോ സൈഡ് വ്യൂ നമ്മൾ കാണുവാണെങ്കിൽ നോസിനെ ഇങ്ങനെ കാണാം. അതായത് ഇതെല്ലാം പ്ലെയിൻ ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അതായത് ഓരോ പ്ലെയിൻ ആയിട്ട്, അതായത് ലൈറ്റും ഷാഡോ ഇൻ്റർഫിയർ ചെയ്യാവുന്ന പോലെ ഒരു പ്ലെയിൻ ആയിട്ട്. അത് നമ്മൾ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോഴാണ് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു മാത്രം. അപ്പം സൈഡ് വ്യൂ ഒന്ന് ഇങ്ങനെ ഇരിക്കും. അതായത് സൈഡിൽ ഈ ഒരു പ്ലെയിൻ നമുക്ക് കാണാം, ഈ ഒരു പ്ലെയിൻ നമുക്ക് കാണാം. ഇതാണ് നെയ്സൽ ബോൺ, അതായത് മൂക്കിൻ്റെ എല്ല് അല്ലെങ്കിൽ മൂക്കിൻ്റെ പല, അതാണ് മൂക്കിൻ്റെ ഇത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കാർട്ടിലേജ്, ഈ പാർട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോണാണ്. അതായത് നമുക്ക് നല്ലൊരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊടിയോ, അതിനുള്ള കട്ടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വരുന്നതാണ് ബോൾസ് ഓഫ് ദി നോസ്. ഇത് ബോൾസ് ഓഫ് ദി നോസ് ഉരുണ്ടിരിക്കുന്ന ഈ പാർട്ട്. പിന്നെ വിങ്സ് സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ടിൽ, അല്ലെങ്കിൽ ഒരു 3/4 വ്യൂ ആണെങ്കിൽ കള്ളിൻ്റെ അവിടെ നിന്ന് ഈ ഞാൻ വരച്ചേക്കുന്നത് ഈ പ്ലെയിനാണ്, അതായത് ഈ ഒരു പാർട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്തൊരു ജോയിൻ്റ് ആയിട്ടാണ്, ഇതൊരു വേറൊരു ബോഡി പാർട്ട് തന്നെയാണ് നെയ്സൽ ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ബോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അത് ഇവിടെ കൊണ്ട് തീരുന്നു. അത് ചിലരിൽ നമുക്ക് ആ ഡിവിഷൻ അറിയാനായിട്ട് വരും. ചിലർക്ക് ഭയങ്കര പ്രൊണൗൺസ്ഡ് ആയിട്ട് നിൽക്കും. അതായത് നല്ല രീതിയിൽ മൂക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ട്. അതായത് ഈ പാട്ട് നമുക്ക് ചിലരിൽ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് നെയ്സൽ ബോൺ. അവിടെ നിന്ന് തിരിയുന്നു. അത് കഴിഞ്ഞിട്ട് കാർട്ടിലേജിൻ്റെ സൈഡിൽ നിന്ന് ബോൾസ് ഓഫ് ദി നോസ് തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ബോൾസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് വിങ്സ് വരുന്നു. വിങ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത് ടക്കിൻ ചെയ്യുന്നുണ്ട് അകത്തോട്ട് ഉരുണ്ട് തിരിച്ച് അകത്തോട്ട് തന്നെ കയറുന്നുണ്ട്. അത് തന്നെ ഈ വിങ്സിൻ്റെ ഈ പാർട്ടാണെങ്കിലും തിരിച്ച് നമ്മുടെ ഈ മൂക്കിൻ്റെ ദ്വാരത്തിനകത്തോട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പാർട്ട് കയറി പോകുന്നത്. ഓക്കെ, പിന്നെ ചിലരിൽ നമുക്ക് ഈ വരച്ചേക്കുന്ന വരാന്ന് പറഞ്ഞാൽ വെറുതെ വരച്ചിരിക്കുന്നതല്ല. ചിലർക്ക് ഇവിടെ ഒരു ബോണിൻ്റെ ഡിവിഷൻ ഉണ്ട്. അതായത് ഒരു 2 ബോൺ കൂടി ചേരുന്ന ഒരു പാർട്ടാണ്. അപ്പം അതിൽ ആ വര നമുക്ക്, അതായത് ആ ഒരു സെപ്പറേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയും കാണാം, കാർട്ടിലേജിലും കാണാം. കാർട്ടിലേജ് കൂടാതെ നോസിൻ്റെ ബോൾസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ സാധനം തന്നെ ഫ്രണ്ട് വ്യൂ എന്ന് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. അതായത് നെയ്സൽ ബോൺ, കാർട്ടിലേജ്, ബോൾസ്, ദെൻ വിങ്സ്. ഓക്കെ, ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അപ്പീലിംഗ് ആയിട്ടൊരു നോസ് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ട് ടക്കിൻ ചെയ്യുന്നു അകത്തോട്ട്. അത് കഴിഞ്ഞ് വിങ്സും തിരിച്ച് ടക്കിൻ ചെയ്യുന്നു അകത്തോട്ട്. ഇതൊരു സ്കള്ളിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അതായത് ഇതൊരു സ്കള്ളാണ്. സോ ഈ സ്കള്ളിൽ ഞാൻ ആദ്യം വരച്ച് കാണിച്ചത്, അതായത് ആ ഒരു ഹെക്സഗണൽ ഷേപ്പിലെ പാർട്ട് ഇതാണ്. ഓക്കെ, സോ നോസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് വരയ്ക്കണം. ഇവിടുന്ന് വരുന്നു. അത് കഴിഞ്ഞിട്ട് ബോണിൻ്റെ, അത് കഴിഞ്ഞ് നെയ്സൽ ബോൺ. ഓക്കെ, നെയ്സൽ ബോൺ വന്നിട്ട് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അത് കഴിഞ്ഞ് കാർട്ടിലേജ് വരും. കാർട്ടിലേജ് മൂക്കിൻ്റെ ഈ ഒരു പാർട്ട് വരെ വന്നിട്ട് അതിനും ആ ഒരു ഡിവിഷൻ ഉണ്ട്. ദെൻ കംസ് ബോൾസ് ഓഫ് ദി നോസ്. ഓക്കെ, ബോൾസ് എന്ന് പറഞ്ഞാൽ അതൊരു ഇവിടം വരെ വന്നിട്ട് ദെൻ പിന്നെ വരുന്നത് വിങ്സ് ആണ്. വിങ്സ് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് തന്നെ ടക്കിങ് ചെയ്യുന്നു.
ആൾക്കാർക്ക് സപ്രഷൻ ഉണ്ട്. എല്ലാവർക്കും സപ്രഷൻ ഉണ്ട്, പക്ഷെ അത് ചിലരിൽ മാത്രമാണ് നമുക്കത് എടുത്തു കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് സൈഡ് പ്ലെയിൻ. സൈഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇത് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇൻ കേസ് ലൈറ്റ് ഈ ഡയറക്ഷനിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെങ്കിൽ ഈ സൈഡിൽ അത് ലിറ്റ് ആവും, ഈ സൈഡ് അപ്പോൾ ഷാഡോ ആയിട്ട് മാറും. അത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലെയിൻ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ലോഗിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് നോക്കി വരയ്ക്കാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയല്ല, അതായത് മൂക്ക് കറക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം ആൾക്കാർ മാറുന്ന അനുസരിച്ച് മൂക്കിൻ്റെ ഷേപ്പും സൈസും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് ഈ പാർട്ട് പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്, ചിലർക്ക് ഈ ഒരു പാർട്ട് പൊങ്ങിയായിരിക്കും ഇരിക്കുന്നത്, ചിലരുടെ നോസൽ ബോള് വലുതായിരിക്കും, ചിലർക്ക് അത് ചെറുതായിരിക്കും, ചിലർക്ക് വിങ്സ് വലുതായിരിക്കും, ചിലർക്ക് അത് ചെറുതായിരിക്കും. അങ്ങനെ പല തരത്തിൽ നമുക്ക് അതിനെ എന്താണ് ട്വീക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആൾക്കാരുടെ മുഖത്തിൻ്റെ ചായയും മൂക്കിൻ്റെ ഷേപ്പും എല്ലാം മാറ്റാൻ പറ്റും. കണ്ണിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അല്ല, ഫേസിൻ്റെ ആണെങ്കിലും എല്ലാ കാര്യവും നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ഒരു കണക്ക് വെച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ആൾക്കാർ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങളുടേതായ ഒരു ക്യാരക്ടറിനെയാണ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇമാജിനേഷനിൽ നിന്നാണ് വരയ്ക്കുന്നതെങ്കിൽ ആൾക്കാരെ വരയ്ക്കുമ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മൂക്കിൻ്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് അയാളുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അപ്പീലിങ്നെസ്, അതായത് പുള്ളിയുടെ ക്യാരക്ടറിലോട്ടുള്ള അപ്പീലിങ്നെസ് മാറും. മൂക്കിൻ്റെ ഫീച്ചേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്വീറ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ പലതരത്തിലുള്ള നോസ് വരയ്ക്കാനായിട്ട് സാധിക്കും. ഒന്ന് ഇപ്പം മൂക്കിൻ്റെ പാലം പൊങ്ങിയവർ, അല്ലെങ്കിൽ പാലം നേരെയായിട്ട് ഇത് മാത്രം നീണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ബോൾസ് മാത്രം വലുതായിട്ടിരിക്കുന്നവർ, ഓർ എല്ലാം ഒരു മീഡിയത്തിൽ അല്ല പാലം മുങ്ങിയതാണ്, മൂക്ക് ഉരുണ്ടിട്ടാണ്, അങ്ങനെ പല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. സോ നോസ് വരയ്ക്കുന്നത് ഇത്രയും സിമ്പിളാണ്. സോ ഈസി റൈറ്റ്. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ അനാട്ടമി അല്ലെ പ്ലെയിൻ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആവത്തില്ല. യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് so many times that it comes to you effortlessly. Okay, so practice, അതാണ് ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ അത് അപ്ലൈ ചെയ്ത് നോക്കുക, വരയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെനിക്കറിയാം, അല്ലെങ്കിൽ ഓക്കെ ഇത്ര ഉള്ളൂ എന്ന് തോന്നും. ബട്ട് വരയ്ക്കുന്ന കാര്യത്തിലോട്ട് വരുമ്പം ഇച്ചിരി പാടാണ്. അല്ലെങ്കിൽ നമ്മൾ വരച്ച് മാത്രമേ അത് നമ്മൾ ശരിക്കും വരയ്ക്കാനായിട്ട് പഠിക്കത്തുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഓക്കെ, see you in the next video. Bye.